നീ അത് വിശ്വസിച്ചില്ലെങ്കിലും അവനെ നന്നായിട്ട് അറിയാവുന്ന എനിക്കതിൽ വിശ്വാസമുണ്ട്. നിന്റെ കുട്ടിക്ക് തിരിച്ചറിവ് വന്ന അച്ഛനെ കാണാൻ പോകും. ഒറ്റപ്പെട്ടു പോയ ആ അച്ഛനെ ആ കുട്ടി കൈവിടില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് നീ മാത്രമാകും മോളെ. നിങ്ങൾക്കൊന്നിക്കാൻ ദൈവമായിട്ട് തന്ന ഒരു അവസരമായിട്ടാണ് അച്ഛൻ ഇതിനെ കാണുന്നത്. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരികയാണ് മോളെ. ദേ, സന്തോഷത്തോടെ നമുക്കതിനെ സ്വീകരിക്കണം. ഒരു കുഞ്ഞിനേക്കാളും വലുതായിട്ട് എന്താണ് മനുഷ്യനുള്ളത്? എന്തൊക്കെ സമ്പാദിച്ചാലും എത്ര സുഖജീവിതം നയിച്ചാലും ഒരു കുഞ്ഞില്ലാതെ ജീവിക്കേണ്ടി വന്ന അതിനെ ജീവിതമായിട്ട് ആരെങ്കിലും കണക്കാക്കുന്നുണ്ടോ? രണ്ട് സ്വഭാവക്കാരായ വ്യക്തികളെ കൂട്ടിയിണക്കുന്ന പൊട്ടാത്ത കണ്ണികളാണ് മക്കൾ. സഞ്ജു അമ്മു നിന്നോട് ആ സത്യം പറഞ്ഞില്ല. അത് വലിയ തെറ്റ് തന്നെയാ. പക്ഷേ തെറ്റുകൾ ശരികൾക്ക് വേണ്ടി മാറാറുണ്ട്. നല്ലതിനു വേണ്ടി കള്ളം പറയുന്നത് തെറ്റായിട്ട് കാണാൻ പറ്റൂ? ഒരു കള്ളം കൊണ്ട് നന്മകൾ വരുമെങ്കിൽ ആ കള്ളം ഒരു അപരാധമായിട്ട് കാണാൻ പറ്റൂ? തെറ്റും ശരിയും ചേർന്നതല്ലേ ജീവിതം എന്ന് പറയുന്നത്? തെറ്റ് തിരുത്താൻ മനസ്സുണ്ടായാൽ മാത്രം മതി. ഇവിടെ സഞ്ജു അമ്മുവും തെറ്റ് ചെയ്തത് അവര് സ്വാർത്ഥരായിട്ടല്ല. സഞ്ജുവിന് നീ ഇല്ലാതെ ജീവിക്കാനാവില്ലെന്ന് അമ്മുവിനറിയാം. അതുപോലെ അമ്മുവിന് നിന്റെ സന്തോഷത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അവരാ സത്യം മറച്ചു വെച്ചുകൊണ്ട് നിനക്കും സഞ്ജുവിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ നൂല് പൊട്ടിയ പട്ടം പോലെ 3 കോണിലേക്ക് നിങ്ങൾ എന്നെ പറന്നുപോയനെ. മോളെ, ഇനിയെങ്കിലും ശാന്തമായിട്ട് നീയൊന്ന് ആലോചിച്ചു നോക്ക്. അച്ഛൻ നിന്നെ ഒരിക്കലും ഒരു ദുരന്തത്തിലേക്ക് പറഞ്ഞു വിടില്ല. സഞ്ജു ആരാണെന്നും അമ്മു എന്താണെന്നും അറിഞ്ഞിട്ടുള്ളവനാ ഞാൻ. സത്യം നേരത്തെ അറിഞ്ഞിട്ടും ഞാനത് മനസ്സിൽ വെച്ചത് എന്റെ മകൾ ചതിയനായ ഒരു ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞോട്ടേന്നല്ല. അവൻ ചതിയനായിരുന്നെങ്കിൽ അവന്റെ ചെകിട്ടത്തഴിച്ചിട്ട് അച്ഛൻ നിന്നെ കൊണ്ട് ആ വീടിന്റെ പടി ഇറങ്ങുമായിരുന്നു. മോളെ, ഞാൻ സഞ്ജുവിനെ വിളിച്ച് വിവരം പറയാം. അവൻ വന്ന് വിളിച്ച മോളെ കൂടെ പോണം. അച്ഛൻ പറയുന്നത് മോൾ അനുസരിക്കണം. അങ്ങനെ അവന്റെ രണ്ടാം ഭാര്യയായി എന്റെ മോളവിടെ വലിഞ്ഞു കയറി ചെല്ലാൻ പാടില്ല. അമ്മൂനെ അടിച്ചിറക്കി പുണ്യാഹം തളിച്ചിട്ട് മതി എന്റെ മോളവിടെ കാലുകുത്തുന്നത്.